ഗൈസ്, എല്ലാവർക്കും സുബീഷ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടി എന്താന്ന് കാണാവേ. JCB കഴുകാൻ പോവാണ്. കുടുംബത്തോടു കൂടി ഞങ്ങൾ ആ വണ്ടി ഒന്ന് കഴുകിയെടുക്കാൻ പോവാണ്. ഇവരിവിടുന്ന് വണ്ടി കഴുകുമ്പോഴത്തേനും നമുക്ക് അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ട്. എന്താണെന്നറിയാവോ? ഇച്ചിരി ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ ഞണ്ടാണേ. നമുക്ക് ആ ഞണ്ട് ക്ലീൻ ചെയ്ത് കറി വയ്ക്കാം. അപ്പനും മക്കളും കൂടെ വണ്ടിയൊക്കെ കഴുകി ക്ഷീണിച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഞണ്ട് കറിയും ബിയറും കാച്ചിയേക്കാം. പിടപിടയ്ക്കണ ഞണ്ട് 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 കറി ഉണ്ടാക്കാം. അതിന് കൂടുതൽ വേറെ എന്താണ്ടുണ്ടേ, അതും കൂടെ എന്താ നോക്കാതെ. മീമിയാണ് ഗൈസ്, മീമി. മീൻ കറിയും ഞണ്ട് ഫ്രൈയും. ഞണ്ട് ഞണ്ട് അപ്പൊ വേണ്ടേ ഞണ്ടെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ചട്ടി എടുത്ത് വെച്ചു, അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു, പെരുംജീരകം പൊട്ടിച്ചു, സവോള ഇട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. അത് വഴണ്ട് വരുമ്പോ നമുക്ക് അതിനകത്തോട്ട് തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കാവേ. ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാവേ. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണേ, ചേർക്കാവേ. വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട് പൊടികൾ ചേർക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചക്കൂത്ത് നന്നായിട്ട് മാറണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് അത്യാവശ്യം നമ്മൾ നന്നായിട്ട് പനച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് ചെറിയ തീയിൽ നമുക്ക് ഈ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മസാല കൂട്ടി ഇവിടെ വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് അപ്പനും മക്കളും അവിടെ എന്നാ ചെയ്യുന്നതെന്ന് പോയി നോക്കാം. വണ്ടി കഴുകലൊക്കെ എവിടം വരെ ആയിന്ന് നമുക്ക് നോക്കാവേ. 4 പേരും കൂടെ അവിടെ തകൃതിയായിട്ട് വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ. എല്ലാ ഞായറാഴ്ച എന്തെങ്കിലും അൽക്കുലത്ത് പണി കാണുമായിരിക്കും. ഈ ഞായറാഴ്ച വണ്ടി കഴുകലാണ് പണി. നമുക്ക് അന്നം തരുന്നതല്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് സുന്ദരിയാക്കിയേക്കാന്ന് വിചാരിച്ചു. ഇപ്പം അവിടെ ഒരു പ്രശ്നം നടന്നിട്ട് ചെറുത് തേണ്ട തെറ്റിപ്പോന്നിട്ടുണ്ട് കേട്ടോ. വഴക്ക് കേട്ട ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടവും വരും. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് മാറിപ്പോക്കോളും. നമ്മുടെ മസാല തേണ്ട വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെട്ടി വൃത്തിയാക്കി ഞണ്ട് അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാവേ. അപ്പോഴത്തേനും എന്നെ തെരഞ്ഞു, കുറച്ച് നേരം കാണാത്തതുകൊണ്ട് എന്നെ തെരഞ്ഞ ആൾ കയറി വന്നാട്ടോ. എടീ കറിയായോ എന്നെ അടുക്കുമെന്ന് ചോദിച്ചിട്ട് വന്നതാണേ. അടച്ചു വെച്ചിട്ട് വേവിക്കാം. നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നുണ്ടോ? എന്റെ കെട്ടിയോ, എന്റെ സ്വന്തം കെട്ടി. നമ്മളിതിൽ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ആവിയിൽ തന്നെ ഇരുന്ന് വേവും. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. അപ്പോൾ നമ്മൾ വേണ്ടേ അതൊരു പാത്രത്തിലോട്ട് മാറ്റി അതിൽ വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞണ്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ മീനൂടെ കൊണ്ടുവന്നായിരുന്നല്ലോ. പെട്ടെന്ന് നമ്മൾ അത് വെട്ടി വൃത്തിയാക്കി അതും കറി വെച്ചിട്ടുണ്ട് കേട്ടോ. കുടംപുളിയൊക്കെ ഇട്ട് നല്ല കുറുക്കി കോട്ടയം സ്റ്റൈലിലാണ് മീൻ കറി വെച്ചേക്കുന്നത്. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. മുന്നേ നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പി ഇട്ടായിരുന്നു, കാണാത്തൊരു പോയി കാണുക കേട്ടോ. അടുക്കളയിൽ ഞണ്ടും മീൻകറിയൊക്കെ ഒന്ന് ആയപ്പോഴത്തേനും പുള്ളിയുടെ വിളി വന്നു. എടീ ഒന്ന് വന്നേടി, ഈ ഗ്രീസ് ഒന്ന് അടിക്കടി, എനിക്ക് വയ്യ, എനിക്ക് മടുത്തു, ഒന്ന് സഹായിക്കടി എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല, പോയി ചെന്ന് ഗ്രീസ് അടിക്കാൻ നിൽക്കുവാണ്. വണ്ടിയുടെ അത്യാവശ്യം കുറച്ച് പണിയൊക്കെ എനിക്കും അറിയാം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റിയിടൊക്കെ വേണേൽ ചെയ്യാം, അല്ലാണ്ട് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കും അതൊരു സഹായമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി ആയിട്ടോ ഗ്രീസൊക്കെ അടിച്ച് വണ്ടിയൊക്കെ കഴുകിയത്. ഞങ്ങൾ 2 പേരും മാത്രമല്ല, കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഓരോ ഞായറാഴ്ച ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഒത്തുകൂടി പോകുന്ന ഓരോരോ ഞായറാഴ്ചകളാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.